Hi guys, welcome back to Car Garage. നമ്മുടെ കോളീസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കോളീസിൻ്റെ വീഡിയോ ആണ് നമ്മുടെ കോളീസ്, അതായത് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ. ഞാൻ പെയിൻറ്റിങ് വരെയുള്ള വീഡിയോസ് കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടി കംപ്ലീറ്റ് ആയി, വണ്ടി ഡെലിവറി ആയി. അപ്പോൾ നമ്മൾക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് ആര്യയുടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇതിപ്പോൾ നമ്മൾ പെയിൻറ്റ് അടിച്ചത് ഇപ്പോൾ കട്ട് ചെയ്തേക്കാണ് പോളിഷിങ് ചെയ്യാനായിട്ട്. 2000-ൻ്റെ പേപ്പറിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ് സൈഡ്. ഇനിയിപ്പോൾ നമ്മൾ നോട്ട് കൊണ്ട് റബ്ബിങ്ങും ക്രീം പോളിഷിങ്ങും ചെയ്യും. Anymore, now I'm lost without you. You drive me crazy out my mind. How'd you do this every time? Now I'm lost without you. Used to be the one I talk to when I'm sad. Can't you see now tainted love is all we have? Our issues run so deep, now when I try to sleep I feel so bad. I should leave and by the time it's done I'll be ഇപ്പോൾ കോളീസ് എല്ലാവരും കണ്ടില്ല. നമ്മളപ്പോൾ ആര്യ ബമ്പറും കാര്യങ്ങളൊക്കെ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ, അതായത് ഹെഡ്ലൈറ്റ് സ്മോക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആ വീഡിയോ ഒന്ന് കാണാം. AC-യുടെ തണുപ്പ് ഉള്ളി കൂടെ പറഞ്ഞല്ലേ സെറ്റ് ചെയ്തെടുത്തോളൂട്ടോ. ആൾ വിളിക്കാൻ പറഞ്ഞു.
അവിടെ സെറ്റല്ലേ ചായ കുടിച്ചിട്ട് പ്ലാസ്റ്റിക് മൊത്തം അവിടെ വെക്കടാ നമ്മുടെ ആര്യയുടെ ഇന്നർ സൈഡ് സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഏകദേശമായിട്ടുണ്ട്. അതേപോലെ തന്നെ ആര്യയുടെ ഹെഡ്ലൈറ്റ് ഞങ്ങൾ അതിൻ്റെ റിഫ്ലക്ടറൊക്കെ അഴിച്ചെടുത്തിട്ട് അതിൻ്റെ സിൽവർ വരണ, അതായത് റിഫ്ലക്ടർ വരണ ശരിക്കും സെപ്പറേറ്റ് റിഫ്ലക്ടറാണ്. നിങ്ങൾക്ക് വീഡിയോ കാണാൻ അറിയാൻ പറ്റും. അതായത് ബൾബിന് സെപ്പറേറ്റ് റിഫ്ലക്ടർ ഉണ്ടാവും, എന്നാൽ ഒരു സിൽവർ വരണ കുറേ ഭാഗങ്ങളുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ അഴിച്ചെടുത്തിട്ട് അവിടെ മാറ്റ് ബ്ലാക്ക് അടിക്കാൻ പോകണം. മാറ്റ് ബ്ലാക്ക് അടിച്ചിട്ട് വീണ്ടും സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഒരു വേറൊരു ലുക്ക് വരുത്താനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ അത് നമ്മൾക്ക് കാണാം. ഗൈസ്, അപ്പോൾ നമ്മളുടെ ലൈറ്റിൻ്റെ സെറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടിച്ചിട്ട് എന്താ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റ് ബ്ലാക്ക് ഫുള്ളായിട്ട് അടിച്ചു. ഉറച്ചതിന് ശേഷം മാറ്റ് ബ്ലാക്കും ഫുള്ളായിട്ട് അടിച്ചു. പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം, ചെറിയൊരു പോർഷൻ മാത്രം 3 ലെയറായിട്ട് ഉള്ള ഒരു ക്രോം ഫിനിഷിംഗ് ഉള്ള ഭാഗം ക്രോമായിട്ട് തന്നെ നിലനിർത്തി. അതിനുശേഷം ഇപ്പോൾ സെറ്റിങ് ചെയ്യാനായിട്ട് പോവാണ്. ഹെഡ്ലൈറ്റ് നമ്മൾ സ്മോക്ക് ചെയ്തു. അതേപോലെ തന്നെ ബമ്പർ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബമ്പർ ഫുള്ളായിട്ട് പെയിൻറ്റിങ് ചെയ്ത് ഫ്രണ്ട് ബമ്പർ പെയിൻറ്റിങ് ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന ഒരു പീസ് ഉണ്ട്, അതായത് ഒരു കട്ടിങ് ഉണ്ട്. ഇതൊക്കെ ഇവിടെ കാണാം.
എന്താ ഇവിടെ ഒരു കട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കട്ടിങ് നമ്മൾ മാസ്കിങ് ചെയ്തിട്ട് അടിഭാഗം ഒരു സ്കർട്ടിങ് എന്ന രീതിയിൽ നമ്മളിങ്ങനെ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രേ കളർ, ഇന്നോവയ്ക്ക് പറഞ്ഞ ഒരു ഗ്രേ കളർ ചെയ്തിട്ടുണ്ട്. വണ്ടി ബഫ് ചെയ്തല്ല, വണ്ടി ക്ലിയർ ആയിട്ട് കാണിക്കുള്ളൂ. ഇതിപ്പോൾ നമ്മളെ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് സ്മോക്ക് ചെയ്തു. അപ്പോൾ സൈഡിൽ നോക്കുമ്പോൾ ഈ ഒരു എച്ചയ്ക്ക് പറഞ്ഞ ഒരു കട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡിലുള്ള കട്ടിങ്ങാണ്. അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈഡിൽ ഫ്രണ്ടിലുമേ എൻഡ് ഭാഗം എന്നുള്ള രീതിയിൽ മൊത്തത്തിൽ സ്മോക്കിങ് ചെയ്തെടുത്തു. ഇനി ഫ്രണ്ടിൽ പറഞ്ഞ ഈ ഒരു ഗ്രില്ല് നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ബമ്പറും അടിച്ചിട്ടുണ്ടല്ലോ, ബമ്പറിൻ്റെ അണ്ടറിൽ അടിച്ചാണ് മാറിയിട്ടുള്ള ഒരു കളർ സെയിം ആയിട്ട് തന്നെ ഈ ഗ്രില്ലുമേക്ക് അടിക്കും. പിന്നെ വരുന്ന അലോയ് വീലല്ല, എന്നാൽ ഒരു സാധാ അലോയുടെ ഒരു ടൈപ്പിലുള്ള റിമ്മാണ് നമ്മൾക്ക് ടാറ്റ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു റിമ്മ് ഗ്രേ കളർ അടിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ആര്യയുടെ വീഡിയോയ്ക്ക് അടുത്ത വീഡിയോ, അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്തായിട്ട് കാണിക്കുന്നതാണ്. ഇപ്പോൾ ഉള്ളിലെ ഇൻസൈഡ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞ് ഗ്ലാസ് ചേഞ്ച് ചെയ്യാനുണ്ട്. ബാക്കി ബോഡി വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഉള്ളിലെ കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് പോളിഷും കാര്യങ്ങളുണ്ട്, പിന്നെ ഗ്ലാസ് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നാളെ സെറ്റിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്തതായിട്ടായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഗാരേജ്പരമായിട്ടുള്ളതും അതേപോലെ തന്നെ ട്രാവലിങ് കാര്യങ്ങളുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടാവുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾക്ക് ബാക്കിയുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ സെന്നിൻ്റെ വീഡിയോ ആണ്. പിന്നെ ആര്യയുടെ വീഡിയോയും ബാക്കിയുണ്ട്. അപ്പോൾ അതും വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്കിത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞേക്ക്, സ്മോക്കിങ് ചെയ്ത് രസമായില്ലേന്ന്. നമ്മളുടെ വണ്ടി ആയതുകൊണ്ട് നമ്മളൊന്ന് നോക്കിയതാണ്, വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അത് ഇനി ബഫ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ എല്ലാവർക്കും ബൈ. നമ്മുടെ ബൂത്തിലൊരു ഇന്നോവ ടോപ്പ് അടിച്ചിട്ടുണ്ട്. അത് നമ്മൾ ടോപ്പ് സെപ്പറേറ്റാണ് അടിക്കുന്നുണ്ട്. അപ്പോൾ ടോപ്പ് അടിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് കാണാം. അപ്പോൾ ടോപ്പ് ഗ്രേ കളർ അടിച്ച് ഇട്ടേക്കാണ്. പിന്നെ നമ്മളുടെ ഇന്നോവയ്ക്ക് പറഞ്ഞ നമ്മൾ പവർ വിൻഡോൻ്റെ സ്വിച്ചും കാര്യങ്ങളും സെറ്റ് ചെയ്യണ ഒരു ഇതാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേ കളർ വണ്ടിക്ക് പറഞ്ഞ കളർ തന്നെ ഇതിമേക്കും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഇത് ചെയ്യുന്നത് വേറൊരു രീതിയിൽ എന്തോ വുഡിൻ്റെ ഫിനിഷിങ്ങിലൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ഡയറക്റ്റ് പെയിൻറ്റിങ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെപ്പോഴും ചെയ്യുന്നതാണ്, ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു എന്നുള്ളൂ ഐഡിയ കിട്ടാനായിട്ട്.